Continue on Adur Bypass Road for 2 kilometers. Hello guys, welcome my YouTube channel. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടൂർ എത്തിയിട്ടോ. അടൂർ നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത്ര നേരം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഒന്ന് ചെറുതായിട്ട് കാർമേഘങ്ങളെല്ലാം കറുത്ത് വരുന്നു. ചെറിയ ചെറിയ മഴത്തുള്ളികളായി ഇങ്ങനെ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. മിന്നലുണ്ട് ചെറുതായിട്ട്. എപ്പോൾ നല്ല മഴയ്ക്കുള്ള സാധ്യത അത്രയും കൂടുതലാണ്. നല്ല മഴ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം സൈഡ് മഴയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പോണ വഴിക്ക് നമുക്കറിയാം, നമ്മൾ കണ്ടറിയും. മഴയോ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയും. ഏതേതേ പേര് തുടങ്ങി ഗൈസ്. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. മഴ പെയ്ത് കേട്ടോ. മറ്റൊരു മഴയുണ്ട്. വരുന്ന വണ്ടി ലൈറ്റൊക്കെ ഇട്ട ഓട്ടണം. മഴയത്ത് പൊതുവെ In 300 meters, at the roundabout, continue straight onto MC Road, National Highway 183A. പൊതുവെ മഴയത്തൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കണമെങ്കിൽ. ഓക്കെ, Traffic is getting worse. You're still on the fastest route. You will now arrive at 5:29 p.m. അടിപൊളി മഴ. സൂപ്പർ മഴ. കണ്ണ് കാണുന്നുണ്ടോ ഗൈസ്? ഒന്നും കാണുന്നില്ല. അടിപൊളി മഴ കേട്ടോ, അടിപൊളി മഴ. മഴ അങ്ങോട്ട് ആ സൈഡ് ഫുള്ളായിട്ട് ഉണ്ട് തോന്നണം.
മഴയത്ത്, ഇത്രയും അടിപൊളി മഴയത്ത് ഇങ്ങനെ കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ അതൊരു ഫീലാണ്, നല്ല സുഖമാണ്. പക്ഷെ കാർ ഓടിക്കുന്നപ്പോൾ ഓക്കെ, പക്ഷേ ശ്രദ്ധിച്ചിട്ട് വേണം ഓട്ടണമെങ്കിൽ. കൂടുതൽ സ്പീഡൊന്നും പോകാൻ പാടില്ല. ഓക്കെ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചിലപ്പോൾ കാണില്ല മഴയത്ത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൂടുതൽ പോകണമെങ്കിൽ. കൂടുതൽ സ്പീഡും പോകാൻ പാടില്ല, മിനിമം സ്പീഡ് മാത്രമേ പോകാൻ പാടുള്ളൂ. മഴ നിന്നിട്ടില്ല കേട്ടോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല ശക്തമായ മഴയാണ്. എൻ്റെ മുന്നിലും ബാക്കിലും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരും ഓവർടേക്ക് ചെയ്യുന്നില്ല കേട്ടോ, കാരണം മഴയായതുകൊണ്ട്, അത്രയും ശക്തമായ മഴയായതുകൊണ്ട് ഓവർടേക്കൊന്നും ആരും ചെയ്യുന്നില്ല. മെല്ലെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയും മെല്ലെ പോകാൻ പാടുള്ളൂ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, അത് മുന്നിൽ വണ്ടികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുന്നതിന് മാത്രം ഓവർടേക്ക് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ നോർമല് റോഡിൽ കൂടെ പോണ പോലെ പോകാൻ പാടില്ല ഒരിക്കലും മഴയത്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. ഞാൻ ആ ഫ്രണ്ടിൽ പോണ ആ വണ്ടിയുടെ ലൈറ്റ് കണ്ടോ, അതിൽ പിടിച്ചിട്ടാണ് അങ്ങനെ മെല്ലെ പോകണം. ഓക്കെ, അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടണമെങ്കിൽ. മഴയായത് കൊണ്ടാണ്. മഴയത്ത് വണ്ടി ഓട്ടുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം, ചിന്ത വേറെ എവിടെയും പോകാൻ പാടില്ല. കൂടുതലും ഓട്ടാതിരിക്കുക. മഴ വന്നു കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി ഇടുക. വണ്ടി ഓട്ടുവാണെങ്കിൽ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓട്ടണമെങ്കിൽ. ചിലപ്പോൾ റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും, ചിലപ്പോൾ അത് കുഴിയായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ വെള്ളത്തിലൂടെയൊക്കെ പോണ സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം, മെല്ലെ പതുക്കെ വേണം മെല്ലെ പോകണമെങ്കിൽ കേട്ടോ. അടിപൊളി മഴ കേട്ടോ. മഴ കൂടി വരികയാണ് ഗൈസ്. റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. There's low visibility reported ahead. മഴ അടിപൊളി മഴയാണ്. റോഡിൽ ഫുള്ള് വെള്ളമായി. റോഡ് വല്ലതും കാണണ്ട നിങ്ങൾക്ക്? അതേപോലെയൊക്കെ തന്നെ എനിക്കും കാണുന്നല്ലോ കേട്ടാ.
ഇങ്ങനത്തെ വണ്ടികൾക്ക് കാണുന്നത്. അത്രയും ഡേഞ്ചറാണ്. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. എന്തായാലും 10 മിനിറ്റ് 11 മിനിറ്റ് ആയിരിക്കും മഴയിൽ. ആ വണ്ടി സൈഡായി, മുന്നിലുള്ള വണ്ടി സൈഡായി. നമുക്ക് മെല്ലെ പോവാം, കൂടുതൽ സ്പീഡില്ലാണ്ട് മെല്ലെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, വെള്ളപ്പൊക്കമാ, റോഡ് നോക്കണം. എൻ്റെ പൊന്നോ, ഉള്ളത് കുളമാ, മണ്ണടി. അടിപൊളി മഴ, അടിപൊളി മഴ ഗൈസ്. നൈസാണ് കേട്ടോ വണ്ടിയുടെ. പക്ഷെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഏനകത്ത് പറഞ്ഞ സ്ഥലമെത്തി. മഴ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഇല്ല ഗൈസ്, മഴ ചെറുതായിട്ടൊന്ന് കമ്മിയായി. ഫുള്ളായിട്ട് വിട്ടിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒതുങ്ങി. പക്ഷേ പോകുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് സ്പീഡ് വന്നു, ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകണം. ഈ മഴയുടെ കനം കമ്മിയായിട്ട്. പക്ഷെ എന്നാലും മഴയുണ്ട്. പാർക്കിംഗ് ലൈറ്റ് ഓഫ് ചെയ്യാം. അത്ര കയറാം, മഴ ഇത്തിരി കമ്മിയായില്ല. ഉള്ളിൽ പോകുന്ന വണ്ടി പാർക്കിംഗ് ലൈറ്റിൽ പോകണം. കണ്ടോ, രണ്ട് സൈഡും.
ഇതിൽ കൂടെ MC റോഡ് വഴിയാണ് പോണത് തിരുവനന്തപുരത്തേക്ക്. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞ് കൊട്ടാരക്കര ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് ഇപ്പോൾ കൊട്ടാരക്കരയ്ക്ക് ഇനി 9 കിലോമീറ്റർ. കൊട്ടാരക്കര കൊല്ലത്താണ്ടോ കൊട്ടാരക്കര. മഴയൊക്കെ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മഴയിൽ വണ്ടി ഓടിച്ചത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻ്റ് അടിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, സീ യു.